വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസി. ഞാൻ ഇന്ന് സാരിയിൽ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് സാരിയുടെ കളക്ഷൻസ് ആണെന്ന്. ഓണ സാരി അല്ല കേട്ടോ, നോർമൽ സാരികളാണ്. അപ്പോൾ എപ്പോഴും ഓണ സാരികളൊക്കെ കാണിച്ച് ഇപ്പം എല്ലാ ചാനലിലും ഓണ സാരി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പിന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു സാരി ഉണ്ട്, പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഞാൻ വീണ്ടും ആ ഉപ്പാട സിൽക്കിൻ്റെ റോസ് ഫ്ലവർ ഉള്ള സാരി എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് തരാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഹോൾസെയിൽ ഇടക്കാരോട് പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചു, പക്ഷെ അവർ പറയുന്നത് ഇപ്പോൾ സ്റ്റോക്കൊക്കെ തീർന്നു പോയി, ഇനിയിപ്പോൾ അവർ റീസ്റ്റോക്ക് ചെയ്യത്തില്ല. കാരണം ഓണം അടുത്തു, ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പർച്ചേസിങ് എല്ലാം അവരുടെ അടുത്ത് നിന്ന് ഹോൾസെയിലുകാരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർക്ക് പോകത്തില്ലാത്തതുകൊണ്ട് അവർ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ വിഷുവിനും പിന്നെ ഇനി അങ്ങനെയൊക്കെ ഇനി ആ സെയിം കടയിൽ ഇനി ഇതുപോലത്തെ ഇത് നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്ക്, പക്ഷെ തീർന്നു പോയതാണെന്ന് അവർ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴും എനിക്ക് 4-5 പീസേ കിട്ടിയുള്ളൂ. അത് വീഡിയോ ഇട്ടപ്പം തന്നെ പോയി. പിന്നെ ഒരു 10-15 എൻക്വയറിയെങ്കിലും എനിക്ക് വന്നു, ആർക്കും തരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഓണത്തിന് ഇപ്പം അടുത്ത വിഷുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അതെനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക, അല്ലാതെ എന്ത് പറയാൻ. അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നോർമൽ സാരികളാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ അതിനകത്തേക്ക് പോകാൻ 2 ടൈപ്പ് സാരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ആദ്യം തന്നെ ഓർപ്പിക്കട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയണോ കാണുന്നില്ല ചേച്ചിയുടെ ചാനൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ പോലും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ഒന്ന് ഇപ്പോൾ എല്ലാ ഓപ്ഷനും വരാൻ പാകത്തിന് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിവിടെ നല്ല വീഡിയോയും കിട്ടുകയുള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് ചേച്ചിയുടെ അഫോർഡബിൾ പ്രൈസ് ഒക്കെയാണ് മറ്റുള്ളത് നോക്കുമ്പോൾ എന്നൊക്കെ പലരും എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയുന്നു, ചിലപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. വീണ്ടും ഞാൻ ഏത് ചോദിച്ചാലും റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പം കിട്ടത്തില്ല. നമുക്ക് രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ അത് തീർന്നു പോകും. അങ്ങനെ ആ ഹോൾസെയിലിന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പം എല്ലാവരും അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലേ, അതുകൊണ്ട് സംഭവിക്കുന്നതായിട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. വീണ്ടും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യും. എല്ലാവരും ഷെയർ ചെയ്യണം. എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര്, എനിക്കിപ്പോൾ എത്രയാ ഫ്രണ്ട്സ്, എവിടെ നിന്നൊക്കെയാ ഫ്രണ്ട്സ്, ആരോഗ്യമാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു മെയിൻ മോട്ടോ അത് തന്നെയായിരുന്നു. എനിക്ക് കുറേ എല്ലാവരുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കണം. ഈ ഒരു ഓൾഡ് ഏജിലേക്ക് വരുന്നതോറും നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്. അതിനൊക്കെ ഉള്ള ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഞാനൊരു ടീച്ചറായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഒരുവിധമൊക്കെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോഴൊരു ടൈം പാസ്, ഒരു പാഷൻ എനിക്ക് സാരിയോടൊക്കെ ഉള്ളൊരു ഒരു ആക്രാന്താണ്. ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തുടങ്ങിയതാണ്. ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് 2 ടൈപ്പ് സാരിയാണ്. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണേണ്ടത് സാരിയല്ലേ. ഇതാണ് ഞാൻ ആദ്യത്തെ സാരി കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു സാരി ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഈ സാരീനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഞാൻ സാരി ഒന്ന് എടുത്ത് കാണിക്കാം, വേറൊരു കളർ കാണിക്കാം. ഇതിപ്പോൾ ഒരു ഗ്രീനാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതൊരു ഗ്രീൻ കളറിൻ്റെ സാരി, അതാ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാ ഈ സാരി. ഇത് പ്യുവർ കോട്ടൺ അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. പ്യുവർ കോട്ടൺ അല്ല, ഇതിൽ കുറച്ച് മിക്സ് ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ ഒറ്റ ലെയറിൽ വേറെ സാരി കയ്യിലെടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഈ സാരിയുടെ മുന്താണി വരുന്നത്. ഇത് ഈ പോർഷനാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതാ ഇതിൻ്റെ മുന്താണി പാർട്ട്. ഇങ്ങനെ വരും ഇതിൻ്റെ മുന്താണി. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബോഡി പാർട്ടാണ് ഈ വരുന്നത്. ഇതാ ബോഡി പാർട്ട്. ഇതിനകത്ത് ഇങ്ങനെ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഒരുവിധം ഡാർക്ക് ഒരു പിങ്ക് കളറാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാട് തെറിച്ച് നിൽക്കുന്ന പിങ്ക് അല്ല കേട്ടോ. നല്ലൊരു പിങ്ക് കളറിനകത്ത് ഒരു ലൈറ്റ് ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു റെഡ്, പിന്നെ ഒരു ബ്ലൂ, അതെല്ലാമാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. ബോർഡർ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ബ്ലൂ കളറിൽ വലിയ ഫ്ലവേഴ്സ്, ചെറിയ ഫ്ലവേഴ്സാണ് ഉള്ളിൽ വരുന്നത്. വലിയ ഫ്ലവേഴ്സാണ് ഈ മുന്താണി പോർഷനിൽ, വലിയ ഫ്ലവറാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഈ സാരിയുടെ ഞാൻ സിംഗിൾ ലെയർ എടുത്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ മെറ്റീരിയൽ മനസ്സിലാവാനാണ്. ഇതൊരു പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. ഇതിനകത്ത് മിക്സ് ഉണ്ട്. ഉള്ളത് പറഞ്ഞിട്ടേ ഞാൻ തരുവുള്ളൂ. അല്ലാതെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം നിങ്ങൾ പറയരുത് അയ്യോ ഇത് മിക്സ് ആയിരുന്നു, അങ്ങനെയൊന്നും പറയരുത്. പക്ഷേ ഞാൻ പറയുന്ന വിലയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് ഡബിൾ അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ വില പറയാത്തത്. വില എല്ലാവരും ഒന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ കളർ. ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല നല്ല കളറാണ് വന്നിരിക്കുന്നത്. അരികത്ത് ഇതിനകത്ത് ഒരു ലൈൻ, ഒരു 2-3 ലൈൻ പാറ്റേണാണ് ഇതിൻ്റെ പോകുന്നത്. നല്ല നീളവും വീതി എല്ലാം ഉള്ള സാരിയാണ്.
കണ്ടില്ലേ, എനിക്ക് ഇത്രയും നീളമൊക്കെ ഉള്ള ആൾക്ക് ഇത് അത്രയും നീളവും വീതി എല്ലാം കിട്ടും. ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൗസ് മുറിക്കുക. ഇതിൻ്റെയൊക്കെ ഈ വില തീരെ അഫോർഡബിൾ റേറ്റിലൊക്കെ വരുന്നതിന് നമ്മളുള്ള ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനൊക്കെ ഒരു ബ്ലൗസ് പീസ് പിന്നെ നമ്മളൊരു ബ്ലൗസും കൂടെ തയ്ക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും കൂടെ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരും. ഇതിൻ്റെ മുന്താണി, ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ഇതിനകത്ത് ഈ ഒരു കളറിനകത്ത് ഒരു എന്താ പറയണ്ടേ, ഒരു ഗോൾഡൻ കളറിൻ്റെ കരിയൊക്കെ വരാൻ പാകത്തിനൊരു ബ്ലൗസ് പീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ സാരിക്കും ബ്ലൗസ് പീസ് ഉണ്ട്. ഇപ്പം ഞാൻ രണ്ടാമത് കാണിച്ച കളർ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ വേറൊരു കളറുള്ളത്. ഞാൻ ഈ സാരിയുടെ വില നിങ്ങളൊന്ന് മനസ്സിൽ ഉദ്ദേശിച്ചോളണം കേട്ടോ. എന്നാലേ ഞാൻ സാരിയുടെ വില പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. ഇനി ഇതേ അടുത്ത സാരി ഇതൊരു നല്ല പർപ്പിൾ കളറാണ് കേട്ടോ. പർപ്പിൾ കളറാണ് ഈ സാരി. ഇതിൻ്റെ മുന്താണി പാർട്ട് ഇതാ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. മുന്താണി എല്ലാത്തിൻ്റെയും ഈ വലിയ ഫ്ലവർ ഡിസൈനിലാണ് മുന്താണി വരുന്നത്. ഈ വലിയ ഫ്ലവർ ഡിസൈൻ മുന്താണിയിൽ വരും. എന്നിട്ട് ബോഡിയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ചെറിയ ഡിസൈൻസ് അങ്ങനെയാണ് ഈ സാരിയിൽ എല്ലാത്തിലും വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് വരുമ്പോഴത്തേക്കും ഡിസൈൻ കുറച്ച് ചെറിയ ഡിസൈൻസാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ്, ചെറിയ ഡിസൈനാണ് ബോഡി പാർട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഈ ലൈനിൻ്റെ ബോർഡറും. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു കളറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലൗസ് ഒന്നും തയ്ക്കാൻ, ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നമുക്കറിയാം 500 രൂപ ഇതിൻ്റെ തയ്യൽ ചാർജ് കൊടുക്കണം. അത്രയും സ്റ്റിച്ചിങ് ചാർജ് കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു സാരി ഇതില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയുന്നു കേട്ടോ. ഉള്ളതേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇല്ലാത്തത് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് ചെയ്തൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് എന്താണ്, കുറച്ച് ഓഫർ റേറ്റിൽ എനിക്ക് ഹോൾസെയിലിൽ നിന്ന് കിട്ടിയ സാരിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഓഫർ റേറ്റിലാണ് തരുന്നത്. പക്ഷെ വെറുതെ നമുക്ക് ഒരു ദിവസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സാരിയെ. കനമൊന്നുമില്ല, ചൂടൊന്നും എടുക്കത്തില്ല. ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി കേട്ടോ. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ ഫോൺ വന്നു. പിന്നെ ഒരു 10 മിനിറ്റ് അവളോട് സംസാരിച്ചു. അത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് സാരി. ഒരു കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ എന്നും ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ വെറുതെ നമുക്കൊന്ന് പുറത്ത് പോകുമ്പോൾ ഒരു ദിവസമൊക്കെ പുറത്തെടുക്കാൻ നല്ലൊരു സാരിയാണ്. ഇനി ഞാൻ ഈ സാരിയുടെ റേറ്റ് പറയാം. വെറും 199 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് കേട്ടോ. നമ്മളൊരു ചായ കുടിക്കാൻ പോയാൽ ആകുന്ന പൈസയേ ആകുന്നുള്ളൂ. അത്രയേ ഉള്ള പൈസയേ ഉള്ളൂ. 199 രൂപയ്ക്ക് ഈ സാരി ഏറ്റവും അഫോർഡബിൾ ആണെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട. കളേഴ്സ് നല്ല കളറുകളാണ്. അപ്പോൾ ഏതാണ് വേണ്ടത്, ഈ കളറുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേത് കളർ വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. ഈ പിങ്കും ഗ്രീനും പിന്നെ ഈ പർപ്പിൾ, ഈ 3 കളറാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. 3 കളറുകളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ സാരിയല്ല. ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പ് സാരി ഉണ്ടെന്ന്. നെക്സ്റ്റ് സാരി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സെമി ടസർ സാരിയാണ് കേട്ടോ. സെമി ടസർ സാരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാരിയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട സാരിയാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണ് സെമി ടസർ സാരി എന്ന് പറയുന്നത്. അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഈ സെമി ടസർ സാരിയുടെ വില കേൾക്കുമ്പോൾ നിങ്ങൾ പറയും സെമി ടസർ സാരി ഇത്രയും വിലയ്ക്ക് കിട്ടുമെന്ന്. ഇതാണ് സാരി. കളർ എന്താ പറയേണ്ടത്, ചെറുപയർ പച്ച അല്ലേ, ചെറുപയർ പച്ചയുടെ ഡാർക്ക്. നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. നോക്കിക്കോ, ഇതാണ് സാരി. സാരിയുടെ മുന്താണി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുന്താണി പാർട്ട്. കുറച്ചും കൂടെ നിവർത്ത, അല്ലെങ്കിൽ ഇതിന് മൊത്തത്തിലൊരു എന്താ പറയേണ്ടത്, ഒരു സെൽഫ് ഡിസൈനൊക്കെ ഇതിനകത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടു, ഈ മുന്താണി പാർട്ട് തുടങ്ങുന്നിടത്ത് ഇതുപോലത്തെ ലൈനിൻ്റെ ഒരു എന്താ പറയേണ്ടത് കുഞ്ഞ് സീക്വൻസ്. ആ സീക്വൻസ് നമുക്ക് കാണാനില്ല, എന്നാൽ ഒരു ചെറിയ തിളക്കമുണ്ട്. ഒരു മിന്നുന്ന പോലത്തെ ഒരു തിളക്കമുണ്ട് താനും. അതുപോലത്തെ ഒരു 4-5 ലൈൻ പോയിരിക്കുന്നു. പിന്നെ ഇതെല്ലാം വീവിങ് ആണ്. ഇതൊന്നും പ്രിൻ്റ് അല്ല കേട്ടോ. ഇതെല്ലാം ഫുൾ വീവിങ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പ്രിൻ്റ് അല്ല ഈ കാണുന്നത്. അത് നമുക്കറിയാമല്ലോ, സെമി ടസർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ്. അതിനകത്തൊന്നും അങ്ങനെ വെറുതെ പ്രിൻ്റ് വരില്ല. ഇതിൻ്റെ തുമ്പത്തേക്കും നോക്കിക്കോ, ഞാൻ പറഞ്ഞില്ലേ ഈ മോളിൽ കണ്ട ലൈൻ ഡിസൈൻ, ഈ താഴത്തും ഈ ലൈനും ഈ സീക്വൻസും കൂടെ വരുന്നുണ്ട്. തുമ്പത്തിലെ കുഞ്ചലമൊക്കെ കിട്ടി, ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കണ്ടോ, ഈ ഒരു എന്നാ പറയേണ്ടത് സ്ക്വയർ പാറ്റേണിലുള്ള പ്രിൻ്റ് ഉൾഭാഗത്ത് വരുന്നു. 2 സൈഡിലും ഇതുപോലത്തെ ലൈൻസും അതിനകത്ത് സീക്വൻസ് വർക്കും കൂടെ ചെറുതായിട്ടൊന്ന് മിന്നി നിൽക്കാൻ പാകത്തിന് അതും വരുന്നു. എന്ന് വെച്ചാൽ എടുത്ത് മിന്നിയൊന്നും നിൽക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ പോർഷൻ കാണിച്ചു തരാം. സാരിയുടെ ബോഡി പാർട്ട് വരുന്നത് ഇങ്ങനെയാണ്.
ഇതാണ് ഈ സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ഈ ബോഡി പാർട്ടിൽ തന്നെ 2-3 ഡിസൈൻസ് വിട്ടാണ് വരുന്നത്. ഞാൻ ഇപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയറായിട്ട് മനസ്സിലാകുന്നു. കണ്ടോ, ഇവിടെ ആ സ്ക്വയർ പാറ്റേൺ നമ്മൾ മുന്താണിയിൽ കണ്ടില്ല, ആ സ്ക്വയർ പാറ്റേൺ തന്നെ ഒരു പകുതി വരെ. പിന്നെ അത് വിട്ടിട്ട് ഇവിടെ നോക്കിക്കേ, ഒരു സിക്സാഗ് പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈൻ. പിന്നെ വീണ്ടും അത് വിട്ടിട്ട് തുമ്പഴത്തേക്ക് വരുമ്പം വീണ്ടും ആ സ്ക്വയർ പാറ്റേൺ. ഇങ്ങനെ ഇത് 3 ലെയറായിട്ടാണ് ഈ സാരി പോയിരിക്കുന്നത്. 3 പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. ആദ്യം ഒരു സ്ക്വയർ പാറ്റേൺ, പിന്നെ ഒരു സിക്സാഗ് പാറ്റേൺ, ലൈൻ പാറ്റേൺ, അത് ഫുള്ള് ഫോളോ ചെയ്യുന്നു, പിന്നെ വീണ്ടും ഈ സ്ക്വയർ പാറ്റേൺ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ ഫുള്ള് സാരിയും ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ബ്ലൗസ് പീസൊക്കെ അറ്റാച്ച്ഡ് ആണ്. നല്ല സാരിയാണ്. സെമി സിൽക്ക് സാരിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് നല്ലതാന്ന് വീണ്ടും പറയേണ്ട. നമ്മളൊക്കെ എപ്പോഴും സെമി സിൽക്ക് സാരി കൊടുക്കുന്നവരാണ്. ഇതാണ് ചെറുപയർ പച്ചയാണ് കളറ്. മുന്താണി ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഇതിൻ്റെ 2-3 കളേഴ്സും കൂടെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ഈ സാരി. മുന്താണി ഇതാണ് ഫസ്റ്റ് സാരി. ഇനി സെക്കൻഡ് സാരി കാണിച്ചു തരാം. അടുത്തതിൻ്റെ കളർ വരുന്നത് നല്ല ഒരു പീച്ച് കളറാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ആദ്യം കാണിച്ചില്ലേ, ആ സാരി തന്നെയാണ്. അതിൻ്റെ തന്നെ കളർ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. സെയിം പാറ്റേണിൽ വരുന്ന സാരിയാണ്. കളർ നല്ലൊരു പീച്ച് കളറാണ്. ഇതിൻ്റെ പ്രിൻ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വരും ഇതിൻ്റെ പ്രിൻ്റുകളെല്ലാം. ഇതാ മുന്താണി പാർട്ട് വരുന്നത്. മുന്താണി പാർട്ട് നോക്കിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലൈനും ഒരു ചെറിയ സീക്വൻസ് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ വരുമെന്നറിയില്ല. അതിനകത്ത് കുഞ്ഞു സീക്വൻസ് വർക്ക് കേട്ടോ. പിന്നെ ഇതാ ഈ പാറ്റേൺ വന്നിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് വരുമ്പം ആ ലൈൻ പാറ്റേണും പിന്നെ താഴെ അതിൻ്റെ ടാസിൽസ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ബോഡി പാർട്ട് ഞാൻ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇതിനകത്തും ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇതിനകത്ത് ഇവിടെ ഒരു ഡിസൈൻ വരും, സ്ക്വയർ പാറ്റേൺ. പിന്നെ ഇവിടെ ആ ലൈൻ പാറ്റേൺ. പിന്നെ തുമ്പഴത്തേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും സ്ക്വയർ പാറ്റേൺ. അതിപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്ക്വയർ പാറ്റേൺ ഇപ്പുറത്ത് വീണ്ടും ഫോളോ ചെയ്ത് വരും. അങ്ങനെയാണ് ഈ സാരി പോയിരിക്കുന്നത്. ആദ്യം കാണിച്ച സാരിയുടെ സെയിം റിപ്ലിക്ക സാരിയാണ്. അതിൻ്റെ ഇങ്ങനെ വരും. അടിപൊളി സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ കളർ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ സാരിയുടെ സെയിം വേറെ മെറ്റീരിയൽ അല്ല, വേറെ കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ 2 സാരിക്കും സെയിം ആണ്. സാരി ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. അപ്പം ഈ സാരിയും കണ്ടല്ലോ. അപ്പോൾ ഇത് 2ാമത്തെ കളർ കേട്ടോ. നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. ഇതാണ് 2ാമത്തെ സാരി. ഇനി ഞാൻ അടുത്ത കളർ കാണിച്ചു തരാം. അടുത്ത കളർ നല്ലൊരു ലാവെൻഡർ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻസിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ആദ്യം മുന്താണി പാർട്ട് കാണിച്ചു തരാം. മുന്താണി ഇതാണ് മുന്താണി വരുന്നത്. ഇതാ മുന്താണിയുടെ പാർട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഈ ലൈൻ പോലെയല്ല, ഇതിനകത്ത് കുറച്ച് വീവിങ്. ലൈൻ പോലെ തന്നെ, പക്ഷേ ആ ലൈനിൽ തന്നെ ഇങ്ങനെ ഒരു വീവിങ് പോലെ വന്നിരിക്കുമ്പോൾ സീക്വൻസ് വരുന്നില്ല ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള പാർട്ടിൽ ഇത് ഇങ്ങനെ കുറച്ച് വലിയൊരു സ്ക്വയറും ഒരു പാറ്റേണും എല്ലാം കൂടെ വന്നിട്ട് ഒരു ഡിസൈൻ. പിന്നെ താഴത്ത് വീണ്ടും ആ ലൈൻ പാറ്റേൺ, താഴെ ടാസിൽസ് എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയേണ്ടത്, മുന്താണി പാർട്ട് ആണ് ഈ കാണുന്നത്. ഇതാ ഇങ്ങനെ വരും മുന്താണി പാർട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണിയുടെ പാർട്ട് വരുന്നത്. ഇങ്ങനെയാണ്. ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബോഡി പാർട്ട് കാണിച്ചു തരാം. ബോഡി പാർട്ടിൽ 2 ഡിസൈൻ ഒന്നുമില്ല, ഒറ്റ ഡിസൈൻ ഫുള്ള് ഫോളോ ചെയ്തിരിക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടിട്ട് കാണിച്ചു തരാം. നല്ലൊരു സ്ക്വയർ പാറ്റേൺ വന്നിട്ട് വേറെ അതിനെ ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഫുൾ ഇങ്ങനെ പോയിരിക്കുന്നു. കാണാമല്ലോ.
നല്ലൊരു കളറും നല്ലൊരു ലാവൻഡർ കളറിൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ കളറ് കണ്ടു, ഡിസൈൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കളറും കൂടിയുണ്ട്, ആ കളറും കൂടെ ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ 4 കളറാണ് ഉള്ളത് അതിനകത്ത്. ഇനി 4ാമത്തെ കളർ കാണിച്ചു തരാം. കളറുകളെല്ലാം നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ. ഈ കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ്. കോഫി ബ്രൗൺ ഒക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കളറാണല്ലോ. ഇതാണ് അടുത്ത സാരിയുടെ കളർ വരുന്നത്. മുന്താണിയുടെ എൻഡ് പോർഷനായി കാണുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ സീക്വൻസ് വർക്കൊക്കെ ചെറുതായിട്ടുള്ളത് വരുന്നുണ്ട്. ഒരു ലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച സാരിയില്ലേ, ഫസ്റ്റ് കാണിച്ച സാരിയുടെ കളർ ചേഞ്ച് തന്നെയാണ് ഇത് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡും കാണിച്ച സാരിയുടെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് ഈ സാരി. ഇടയ്ക്ക് കാണിച്ച ഒരു പീച്ച് കളർ മാത്രം ഇപ്പം കാണിച്ചതേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഇത് അതുപോലെ തന്നെ മറ്റേ സാരിയുടെ പോലെ തന്നെ. ആദ്യം കാണിച്ച 2 സാരിയില്ല അതുപോലെ തന്നെ ഈ സാരിയും വരുന്നത്. നോക്കി മേളിൽ ഈ ലൈനും ഇതിൻ്റെ സീക്വൻസ് ചിലപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാമായിരിക്കും, കാരണം ഈ ബ്രൗണിലായതും കൊണ്ട് ഇച്ചിരിയും കൂടെ അങ്ങ് എടുത്ത് കാണിക്കും. പിന്നെ ഇടയ്ക്ക് നോക്കിക്ക് ഈ ഒരു പാറ്റേൺ, താഴത്ത് വീണ്ടും സീക്വൻസ് വർക്കും ലൈനും കൂടെ, താഴെ ടാസൽസ് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ വരും. ബോഡി പാർട്ട് മറ്റതിൻ്റെയൊക്കെ വന്നില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും വരുന്നത്. ഇതും സെയിം പാറ്റേണിൽ വരുന്ന സാരിയാണ്. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ട് വരും. ഈ ബ്രൗൺ കളർ, ഡാർക്ക് കോഫി ബ്രൗൺ കളർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സാരിയാണ് ഇത് കേട്ടോ. 3 ടൈപ്പ് ഡിസൈനാണ് ഇതിനകത്ത് കേട്ടോ. ഒരേ ഡിസൈനല്ല, ഇവിടെ സ്ക്വയർ ഡിസൈൻ വരും, ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇത് സിക്സാഗ് ഡിസൈൻ ഇങ്ങനെ നീളത്തിൽ പോവും, പിന്നെ തുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ആ സ്ക്വയർ ഡിസൈൻ വരും. ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 4 ഇന്നത്തെ സെമി ടസർ സാരികൾ. 4 നല്ല അടിപൊളി സാരികളാണ്. ഇനി ഇതിൻ്റെയൊക്കെ കുറച്ച് പീസേ ഉള്ളൂ. ഞാൻ കിട്ടുവാണെങ്കിൽ വേറെ കളേഴ്സും കൂടെ നോക്കുന്നുണ്ട്. അപ്പം കിട്ടുവാണെങ്കിൽ, കാരണം ഈ റേറ്റിൽ കിട്ടണം. എനിക്കിതിപ്പം കുറച്ചൊരു റേറ്റ് കുറച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് ഈ സാരിയുടെ ഞാനിപ്പം നിങ്ങളോട് പറയുന്നതിൽ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഈ സെയിം സാരികൾ ഇന്നലെ ഞാൻ വേറൊരു ചാനലിൽ കണ്ടു. 1275 രൂപയാണ് ആ സാരിക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ടതാണ്. ഞാൻ ആക്സിഡൻറ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം ഒരു ചാനലിൽ സെമി ടസറിന് കിടക്കണ കണ്ടപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ അതിനകത്ത് 1275 രൂപയാണ് ഈ സെയിം സാരി. ഈ പിങ്കെല്ലാം ഉണ്ട് അതിനകത്ത്. ഇതിൻ്റെ റേറ്റ് ഞാൻ കണ്ടതാണ്. അപ്പം അത് നിങ്ങൾക്കറിയാം, ഞാനത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം സെമി ടസർ സാരിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഹോൾസെയിലിന് പോലും നമുക്കൊരു 850 900 കുറച്ചൊന്നും സെമി ടസർ സാരി കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് 1200 1300 കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അവരുടെ പ്രൊഫഷനാണ്. അപ്പോൾ അവരതുകൊണ്ടത് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ അതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുമല്ല. അത്രയും വില ഈ സാരിക്കുണ്ട്. പക്ഷെ ഞാനിപ്പം ഈ സാരി നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞ റേറ്റിലാണ് തരുന്നത്. ഇതിന് ഞാനിട്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 950 രൂപ മാത്രമാണ്. 950 റുപ്പീസിന് സെമി ടസർ സാരി എവിടെയും കിട്ടത്തില്ല എന്ന് ഞാൻ പറയാണ്ടറിയാം. നിങ്ങൾ ചാനലെല്ലാം കാണുന്നവരാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഏത് സാരിയാണ് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക, വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളുക. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ സ്വന്തമാക്കുക, അതേ പറയാനുള്ളൂ. പിന്നെ വരുമ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറയേണ്ടി വരും. അത് പറയാനും എനിക്ക് വിഷമമാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും പുതിയ സാരികളും പുതിയ മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.